السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. أما بعد ഓളത്തിൽ എൽമിലെ ആദരണീയരായ പണ്ഡിത സഹോദരങ്ങളെ, ഖത്തീബ് അറിയേണ്ടതും പാലിക്കേണ്ടതും എന്ന വിഷയം ഭാഗം 3, തലയെക്കെട്ട് ധരിക്കൽ. അത് പൊതുവെ സുന്നത്തുള്ളതാണ്. വതുസന്നുൽ ഇമാമത്തു ഫിസ്സലാത്തി വലി ഖസ്തി തജമ്മുലി. തലയെക്കെട്ട് നിസ്കരിക്കാൻ വേണ്ടി സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഭംഗിയെ ഉദ്ദേശിച്ചതിന് വേണ്ടിയും തലയെക്കെട്ട് സുന്നത്താണ്. വയംബഗി ളബ്തു തൂലിഹാ വഅർളിഹാ. തലയെക്കെട്ടിന്റെ നീളവും വീതിയെയും ഒക്കെ ക്ലിപ്തപ്പെടുത്തൽ അത്യാവശ്യമാണ്. ബിമാ യലീഖു ബിലാബിസിഹ. അതിനെ ധരിക്കുന്നവനോട് യോജിച്ച ഒന്നുകൊണ്ട്. ആദത്തൻ അവനെ പോലെയുള്ള ആളുകളുടെ ആ ആദത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് ഫീ സമാനിഹി വ മക്കാനിഹി, അവന്റെ ആ സ്ഥലത്തും അവന്റെ ആ കാലഘട്ടത്തിലൊക്കെ. ഫൈൻ സാദ ഫിഹാല ദാലിക. അപ്പൊ ഈ നീളവും വീതിയും ഒക്കെ ആ കാലഘട്ടത്തിലെയും ആ സ്ഥലത്തെയും പതിവനുസരിച്ചുകൊണ്ട് ഈ ധരിക്കുന്നവനോട് യോജിച്ചതിനേക്കാൾ കൂടുതലാണെങ്കിൽ കുരിഹ, അത് കറാഹത്താണ്. വഅലൈഹി യുഹ്മലു ഇത്ലാഖുഹും കറാഹത്ത കിബരിഹ. തലകെട്ട് വലിയതാവൽ കറാഹത്താണെന്ന് പൊതുവെ ഫുഖഹാവ് പറഞ്ഞതിനെ ഈ ഒരു വിശദീകരണത്തിന്റെ മേൽ ചുമത്തപ്പെടേണ്ടതാണ്. വൽ അഫ്ളലു ഫീ ലൗനിഹൽ ബയാദു. തലകെട്ടിന്റെ നിറത്തിലും ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളയാണ്. വസ്ത്രത്തിന്റെ കാര്യങ്ങളിൽ പറയുന്നത് പോലെ തന്നെ. അപ്പോ വസിഹത്തു ലുബ്സിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഇമാമത്തിൻ സൗദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറുത്ത തലയെക്കെട്ട് ധരിച്ചതായിട്ടും അതുപോലെ വേറെ ചില കളറിലുള്ള തലയെക്കെട്ട് ധരിച്ചതായിട്ടുമൊക്കെ സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വഖാഇഉ മുഹ്തമിലത്തും, ചില സംഭവങ്ങളാണ്. അത് പലതിനും സാധ്യതയുള്ള സംഭവങ്ങളാണ്. ഫലാ തുനാഫി. അപ്പൊ ആ സംഭവങ്ങളൊന്നും എതിരല്ല ഉമൂമൽ ഖബരി സഹീഹി, സഹിഹായ ഹദീസിലെ ആ പൊതു ഹുക്കുമിനോട്. അൽ ആമിറ, അത് കൽപ്പിക്കുന്നുണ്ട്. ബിലുബ്സി ബയാദി, വെള്ളയെ ധരിക്കണം എന്നുള്ളത് കൊണ്ട്. വെള്ളയെ ധരിക്കണം എന്ന ഹദീസിന്റെ ആ ആമായ നില, അതിനോട് ഇത് എതിരല്ല. എല്ലായ്പ്പോഴും അതാണ് വേണ്ടത് എന്ന് തന്നെയാണ്. അപ്പോ കൽപ്പനയാണല്ലോ റസൂലുള്ളാഹിന്റെ ചില സമയത്തുള്ള പ്രവൃത്തിയേക്കാളൊക്കെ മുന്തിക്കേണ്ടത്, ആമായ ഒരു കൽപ്പനയാകുമ്പോ. മാത്രമല്ല അന്നഹു ഖൈറുൽ അൽവാനി ഫിൽ ഹയാത്തി വൽ മൗത്തി. വെള്ളയാണ് നിറങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ജീവിതകാലത്തും മരണസമയത്തും ഒക്കെ, മരിച്ച ശേഷം. വലാ ബഅസ ബിലുബ്സിൽ ഖലൻസുവത്തിൽ ലാത്തിഅത്തി ബിർറഅസി. തലയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന തൊപ്പിയെ, തലയോട് ചേർന്ന് കിടക്കുന്ന തൊപ്പിയെ ധരിക്കുന്നത് കൊണ്ട് തരക്കേടില്ല. മുർത്തഫിഅത്തിൽ മുഗറബത്തി. ഉള്ളിൽ പഞ്ഞി പൊതിഞ്ഞ ഉയർന്നു നിൽക്കുന്ന തൊപ്പി ധരിക്കുന്നത് കൊണ്ടും തരക്കേടില്ല. ഇതല്ലാത്ത രീതിയിലുള്ള തൊപ്പി ധരിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. തഹ്തൽ ഇമാമത്തി വബിലാ ഇമാമത്തി.
തലകെട്ടിന്റെ താഴെ തൊപ്പി ധരിച്ചാലും ഇനി തലകെട്ടില്ലാതെ തൊപ്പി മാത്രം ധരിച്ചാലും അതുകൊണ്ടൊന്നും വിരോധമില്ല. 3:36. ഇനി തലകെട്ടിന്റെ കൂലി തൊപ്പി ധരിച്ചാൽ കിട്ടുമോ ഇല്ലയോ? ഈ വിഷയത്തിൽ അയിമത്തിന് വ്യത്യസ്തമായ നിലപാടാണ്. വതഹ്സുലു സുന്നത്തുൽ ഇമാമത്തി ബിഖലൻസുവത്തിൻ വഗൈരിഹ. തലകെട്ടിന്റെ സുന്നത്ത് തൊപ്പി കൊണ്ടും തൊപ്പി അല്ലാത്തത് കൊണ്ടും കരസ്ഥമാകും. വറദ അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസു ഖലൻസുവത്തൻ ബൈദാ മുഗറബത്തുൻ. റസൂലുള്ളാ വെളുത്ത തൊപ്പി, ഉള്ളിൽ പഞ്ഞി നിറക്കപ്പെട്ട തൊപ്പി, ആ തുണിയുടെ തൊപ്പി, അതിനെ ധരിക്കാറുണ്ട്. വരയും കുറിയുമുള്ള കറുത്ത കരിമ്പടത്തിന്റെ തൊപ്പിയും റസൂൽ ധരിക്കാറുണ്ട്. ഈ തൊങ്ങൽ ഉടയതായ നിറച്ചെവികൾ ഉടയത് എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗത്തേക്കും ഈ ചില സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള തൊപ്പി, അത് റസൂൽ യാത്രയിലൊക്കെ ധരിക്കാറുണ്ട്. നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ മുന്നിൽ അത് വെക്കാറുണ്ട്, തലയിൽ നിന്ന് എടുത്തിട്ട്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ പിടിച്ചെടുക്കപ്പെടും അന്ന ലുബുസൽ കലൻസുവത്തിൽ ബൈവാദി യുഗ്നി അനിൽ ഇമാമത്ത്. വെള്ള തൊപ്പി ധരിക്കൽ അത് തലകെട്ടിനെ തൊട്ട് പരിഹാരമാണ്, തലകെട്ടിനെ തൊട്ട് ആവശ്യമില്ലാതെയാക്കും. വബിഹി യുതഅയ്യദു മഅതാദഹു ബഅദു മുദിനിൽ യമനി മിൻ തർക്കിൽ ഇമാമത്തി മിൻ അസ്ലിഹ. യമനിലെ ചില പ്രദേശങ്ങളിലുള്ള ആളുകൾ തലകെട്ട് പാടെ ഒഴിവാക്കുക എന്ന ഒരു പതിവുണ്ട്. ആ പതിവിനെ ഇതുകൊണ്ട് ശക്തിപ്പെടുത്തപ്പെടും. അവരപ്പോ ഈ തൊപ്പി മാത്രം ധരിക്കുന്നത് തലകെട്ടിന്റെ ആവശ്യമില്ല, അപ്പോ തലകെട്ടിന്റെ കൂലി അതുകൊണ്ട് കിട്ടും, ആ സുന്നത്ത് ലഭിക്കും എന്നുള്ള നിരക്കാണ് എന്ന് മനസ്സിലാക്കാം. 87. തൊപ്പി കൊണ്ട് തലകെട്ടിന്റെ സുന്നത്ത് ലഭിക്കും എന്ന് ബിറിയ പറയുമ്പോ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് പറയുന്നു ഫതാവൽ കുബ്രയിൽ, ഫഹൈസു ഖീല ബിസ്തിഹ്ബാബിൽ ഇമാമത്തി ഫിസ്സലാത്തി, നിസ്കാരത്തിൽ തലകെട്ട് സുന്നത്താണെന്ന് പറയപ്പെടുമ്പോ ഫൽ യഖൂമു മഖാമഹാ ഇൻദ അദമിഹാ വുജൂദിഹാ ഗൈറുഹാ, തലകെട്ടുള്ള സമയത്തോ ഇല്ലാത്തപ്പോഴോ തൊപ്പി തലകെട്ടല്ലാത്തത് അതിന്റെ സ്ഥാനത്ത് നിൽക്കുമോ? മീൻ കലസൂവത്തിൻ തൊപ്പി, ഔഷിബിഷിഷാദിൽ തൊപ്പിയോട് സദൃശ്യമായ സാധനം വേണമെങ്കിൽ കൃത്രിമ തലകെട്ടൊക്കെ വരുന്നുണ്ട്. തലകെട്ടിന്റെ കൂലി അതുകൊണ്ട് കിട്ടിക്കോണമെന്നില്ല, അതിനൊരു തൊപ്പിയുടെ സ്ഥാനത്ത് വരുള്ളൂ. തൊപ്പി കൊണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും കിട്ടുമെന്ന് പറയാം. ഏതോ ആട്ടെ, ഈ തൊപ്പിയോട് സദൃശ്യമായത് മിസിലു യകൂന ദാലിക മിൻ ജിൽദിൻ, അത് തോലിന്റെ ആവുക. അതുപോലെ ഉദാഹരണം, അഹ്ലുൽ മശ്രിഖി യുസമ്മൂന ദാലിക ഖൂദത്തൻ, കിഴക്കൻ രാജ്യങ്ങളിലെ ആളുകൾ അതിനൊക്കെ പറയുന്ന പേര് ഖൂദത്ത് എന്ന, ഖൂദത്ത് എന്ന ഹെൽമെറ്റ് എന്ന് പറയും. പടത്തൊപ്പി എന്ന് അർത്ഥമുണ്ട്.
ഫാജാബ ഏതായാലും ഇബ്നു ഹജർ തങ്ങൾ മറുപടി പറഞ്ഞത് നഹവുൽ കലൻസുവത്തി തൊപ്പി പോലെയുള്ള സാധനങ്ങൾ ലാ തുഹസ്സിലു ഫളീലത്തുൽ ഇമാമത്തിൽ മദ്കൂറത്തി മേൽ പറയപ്പെട്ട തലകെട്ടിന്റെ ശ്രേഷ്ഠതയെ കരസ്ഥമാക്കി തരില്ല. അതല്ലെങ്കിൽ തലകെട്ടിന്റെ മേൽ പറയപ്പെട്ട ഫളീലത്തിനെ അത് കരസ്ഥമാക്കി തരില്ല. കനലി അന്നാലാ തുസമ്മ ഇമാമത്തൻ ഇവക്കൊന്നും തലകെട്ട് എന്ന് പേര് പറയപ്പെടൂല എന്നതാണ് കാരണം. ഫത്താവൽ കുബറ 1/169. തലകെട്ട് വെള്ളയാവലാണ് അഫ്ദല് എന്ന് പറഞ്ഞു. അതോടൊപ്പം വബി അസ്ബത്തിൻ, അത് വാല് കൊണ്ടാവ തലകെട്ട്, അതും അഫ്ദലാണ്. അഖല്ലുഹ അർബഅതു അസാബിഅ, ഈ വാലിന്റെ ഏറ്റവും ചുരുങ്ങിയ വലിപ്പം 4 വിരലാണ്. 4 വിരലുകൾ ചേർത്തി പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന വലിപ്പം. വഅക്സറുഹ, അധികരിച്ചത് ദിറാഉൻ, ഒരു മുഴമാണ്. വഔസതുഹ ശിബ്റുൻ, മധ്യ നിലയിലുള്ള വലിപ്പം എന്ന് പറയുന്നത് ഒരു ചാണാണ്. ഇനി തലകെട്ട് കെട്ടുന്ന ആളുകൾ വാലിട്ടാലും ഇട്ടേലും കുഴപ്പമില്ല. ഫലഹു ഫിഅലുൽ അസ്ബത്തി വതർക്കുഹ, അസ്ബത്തിനെ ചെയ്യാം ഒഴിവാക്കാം, രണ്ടും പറ്റും. പക്ഷെ വലാ ഖറാഅത ഫി വാഹിദിൻ മിൻഹുമ, രണ്ടിൽ ഒന്നിൽ ഖറാഅത്തില്ല എന്ന് പറഞ്ഞാല് ചെയ്യൽ അഫ്ളലാണ്. അവിടെ നിന്ന് ഖറാഅത്തിന്റെ വിഷയം വരുന്നില്ല. ഒഴിവാക്കലും ഖറാഅത്തില്ല. പിന്നെ ഇർസാലുഹ ബൈനൽ കത്തിഫൈൻ, അവിടെ തലകെട്ടിന്റെ വാലിനെ 2 ചുമലിന്റെ ഇടയിലൂടെ താഴ്ത്തിയിടുക അഫ്ദലാണ്. മിൻഹു അല്ലൈമൻ, വലതുഭാഗത്തിന്റെ മേൽ താഴ്ത്തിയിടുന്നതിനേക്കാണ് അഫ്ദല് 2 ചുമലിന്റെ ഇടയിലാണ്. വലാസന ഫിഖ്തിയാരി ഇർസാലിഹാൽ ഐസരി, ഇടതുഭാഗത്തിന്റെ മേൽ ഈ തലകെട്ടിന്റെ വാലിനെ താഴ്ത്തി ഇടലിനെ തെരഞ്ഞെടുക്കുന്നതിൽ അടിസ്ഥാനമില്ല, തെളിവില്ല. ചില സൂഫിയാക്കളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, അവരതിന് ചില കാരണങ്ങളൊക്കെ പറയാറുമുണ്ട്. പക്ഷെ അതിന് അടിസ്ഥാനമില്ല എന്നാണ് ഫത്ഹുൽ മുഈന് 144-ലും 337-ലൊക്കെ പറയുന്നത്. തലകെട്ടിന്റെ വാല്, ഇനി തലകെട്ടിന്റെ വാലിനെ 2 ചുമലിന്റെ ഇടയിലൂടെയോ വലതുഭാഗത്തിന്റെ മേലോ, നല്ലത് ചുമലിന്റെ ഇടയിലാണെന്ന് പറഞ്ഞു, താഴ്ത്തി ഇടുക. ഇനി വബിദൂനി, താഴ്ത്തി ഇടാതെ വാല് മേപ്പോട്ട് കയറ്റി വെച്ചാലും കുഴപ്പമില്ല. വലാ ഖറാഅത ഫി വാഹിദിൻ മിൻഹുമാ, വാലങ്ങനെ മേലെ ചുട്ടി വെച്ചു, അവിടും ഖറാഅത്ത് വരൂല. വലാക്കിനിൽ അഫ്ളലു ഇർഖാഉഹു, പക്ഷെ അഫ്ളല് താഴ്ത്തി ഇടലാണ് വാല്. ഷർവാനി 3/36. ഇനി വസ്ത്രങ്ങൾ ഏതും പിന്നെ വലിപ്പം കൂടരുത്. ഈ നീളക്കുപ്പായം അതിനെ സംബന്ധിച്ച് കാണാം. കൗനുഹു ഖസീറ, അത് ചുരുങ്ങിയതാവല് അഫ്ളലാണ്. ചുരുങ്ങിയതാവുക എന്ന് പറഞ്ഞാൽ അല്ലാ യതജാവസൽ കഅബ, മടമ്പിനെ വിട്ട് കടക്കാതിരിക്കൽ കൊണ്ട്. കൗനുഹു ഇലാ നിസ്ഫി സാഖി അഫ്ളലു, തണ്ടങ്കാലിന്റെ പകുതി വരെ ആവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. തഖ്സീറുൽ ഖമ്മൈനി, 2 പിന്നെ കുപ്പായ കപ്പിനെയും ചുരുക്കുക. അതെങ്ങനെ? യകൂന ഇല റസ്ദി, അത് മണിബന്ധം വരെ ആവുക എന്നുള്ളത്, അപ്പുറം പോകരുത്. ലിത്തിബാഴ് ഫൈൻ സാദ അലാ ദാലിക, മണിബന്ധത്തിനേക്കാൾ അധികമായാലോ കുല്ലി മാ സാദ അലാ മാ ഖദ്ദറുഹു ഫി ഗൈരി ദാലിക, ഇതല്ലാത്ത കുപ്പായ കപ്പ് എന്നല്ല, മറ്റു ഏതു സാധനം വസ്ത്രത്തിന്റെ ഏതു ഭാഗങ്ങളിലും അതിന്റെ ആളുകൾ നിശ്ചയിച്ച ഒരു പരിധിയുണ്ട്. അതിനേക്കാൾ അധികമായാൽ ഏതും ഖസ്ദിൽ ഖുയലായി ഹറുമ, അഹങ്കാരം ഉദ്ദേശിച്ചുകൊണ്ടാണ് അധികമാക്കിയതെങ്കിൽ ഹറാമാണ്. ബൽ ഫസഖ, തന്നെയുമെല്ലാം ദുർനടപ്പുകാരനാകും. ഇല്ല, അങ്ങനെ ഖുയലാ അഹങ്കാരം ഉദ്ദേശമൊന്നും ഇല്ലെങ്കിലോ കുരിഹ, അത് കറാഹത്താണ്. ഇല്ലാലി ഉദ്രിന് വേണ്ടി ഒഴിച്ച്.
വസ്ത്രം ഒന്ന് വലിപ്പം കൂട്ടുക എന്നുള്ളത് ഉഴുതറിന് വേണ്ടിയിട്ടാണെങ്കിലോ പിന്നെ ഇതിനോട് എതിരായ ഒരു അടയാളം കൊണ്ട് പണ്ഡിതന്മാർ വേർതിരിക്കും പോലെ. അപ്പൊ പണ്ഡിതന്മാരാകുമ്പോ കുറച്ചൊക്കെ പിന്നെ മടമുകാലിന് അപ്പുറം പോകണമെന്നല്ല ഈ പറഞ്ഞത്, വസ്ത്രം കുറച്ചൊക്കെ ഒന്ന് കാഴ്ചക്ക് ലൂസും വലുപ്പും ഒക്കെ തോന്നുന്ന രീതിയിൽ ആണ് പണ്ഡിതന്മാർ ധരിക്കുന്ന ഒരു രീതി ഉള്ളതെങ്കിൽ അപ്പോ അതിനെ ധരിക്കുക, അവനെ അറിയപ്പെടാൻ വേണ്ടിയിട്ടും അവനോട് സംശയങ്ങളും മറ്റൊക്കെ ചോദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ കലാമോ അതല്ലെങ്കിൽ ഓരോ സംസാരത്തിന് വഴിപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഹറാമോ അതല്ലെങ്കിൽ വാജിബ് ചെയ്യലോ ഒക്കെ, ഹറാമിനെ നീക്കം ചെയ്യൽ അതല്ലെങ്കിൽ ഒരു വാജിബായ കാര്യത്തെ പ്രവർത്തിക്കലൊക്കെ നിൽക്കുന്നത് അലാതാരിക ഇതിന്റെ മേലാണെങ്കിൽ വജബ, അപ്പൊ അത് നിർബന്ധമായിട്ടും വരും. അപ്പൊ ഉഴുതുറ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ലേശമൊക്കെ വലിപ്പമാവാം, മടമ്പിന് അപ്പുറം പോകരുത് എന്ന് മാത്രം. ഈ വസ്ത്രം നീളം കുറഞ്ഞതാവുക എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കാണ്. അമ്മൽ മർഅത്തു പെണ്ണാകുമ്പോ അവൾക്ക് അവളെ വസ്ത്രത്തിനെ ഭൂമിയുടെ മേൽ അയച്ചിടാം ഒരു മുഴം വരെ. വരാതാരിക്ക അതിനേക്കാൾ അധികമാക്കൽ അവൾക്ക് കറാത്തുമാണ്. 3 ഷെർവാനി 3:35, തുഴഫ 35:3, 3-ാം വാളി 35-ാമത്തെ പേജ്. നീളക്കുപ്പായം, തലയെക്കെട്ട്, ഇതിനൊക്കെ പുറമെ തൈലസാന്, രിദാ ഇവയൊക്കെ സുന്നത്തുണ്ട്. അത് നിസ്കാരത്തിനും നിസ്കാരമല്ലാത്തപ്പോഴൊക്കെ സുന്നത്തുണ്ട് ഈ തൈലസാൻ, രിദാ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. ഇല്ലാത്ത ഹാലിനൗമി വനഹവിഹി ഉറങ്ങുന്ന സമയം ഒഴിച്ച് അതുപോലെയുള്ള സമയത്തിലൊക്കെ ഒഴിച്ച്. നഅം യഖ്തസു തൈലസാനു ഗാലിബൻ ബി അഹ്ലിൽ ഫളി മിനൽ ഉലമായി വറുഅസായി. പക്ഷെ ഈ തൈലസാൻ മിക്കപ്പോഴും പണ്ഡിതന്മാര്, നേതാക്കൾ പോലെയുള്ള ശ്രേഷ്ഠതന്റെ അഹലുകാരെ കൊണ്ട് പ്രത്യേകമായതാണ്. അവരാണ് തൈലസാൻ ധരിക്കൽ. തലകെട്ടിന്റെ മേലെ ധരിക്കുന്നത് തൈലസാൻ. രിദാ ചുമലിൽ ഇടുന്നത് രിദാ. വല്ലക്കുമലുമായി യകൂന ഫൗക്കൽ ഖമീസ്. തൈലസാനും രിദാവും നീളക്കുപ്പായത്തിന്റെ മേലെയാകലാണ് ഏറ്റവും പൂർണ്ണമായത്. അക്മല് അതാണ് എന്ന് വരുമ്പോ സാധാ വസ്ത്രങ്ങൾക്ക് മേലെയും തൈലസാനും രിദാവും ആവാമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അക്മലാണല്ലോ ഈ പറഞ്ഞത്. വല്ലക്മല് ജംഉഹുമാ ഫിസ്സലാത്തി അഫ്ളല. പൂർണ്ണമായത് ഇത് രണ്ടും നിസ്കാരത്തിൽ ഒരുമിച്ച് കൂട്ടൽ ആണ് പൂർണ്ണമായത്. നിസ്കാരത്തിൽ ഇത് രണ്ടും ഉണ്ടാവുക, രിദാവും തൈലസാനും. തുഹ്ഫ 3:38, ബിറിയ 87, അതുപോലെ 88, 89. ബിറിയ 78, 79. കൈഫിയത്തു തൈലസാനിൽ മശ്ഹൂറത്തു അല്ലത്തി കാദു യുജ്മിഉന അലൈഹ. ഈ തൈലസാനിന്റെ അറിയപ്പെട്ട രൂപം എന്ന് പറയുമ്പോ അല്ലത്തി കാദു യുജ്മിഉന അലൈഹ, അയിമത്ത് അതിന്റെ മേൽ ഇജ്മാ ആകാൻ അടുത്തിട്ടുണ്ട്. അയിമത്തിന്റെ ഇജ്മാ അതിന്റെ മേലുണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ അറിയപ്പെട്ട രൂപമായി യുജ്അല അതിനെ ആക്കപ്പെടുകയാണ് അല റഅസി ഫൗക നഹ്വിൽ ഇമാമത്തി.
തലന്റെ മേൽ, തലകെട്ട് പോലത്തതിന്റെ മേലെ. എന്നിട്ട് സുമ്മ യുഗത്താബിഹി അക്സറുൽ വജ്ഹി, അതുകൊണ്ട് മുഖം അധികരിച്ച ഭാഗവും പിന്നെ ചുറ്റുക, താടി ചുറ്റ, അപ്പൊ മുഖത്തിന് അധികം ഭാഗം ചുറ്റ. എന്നിട്ട് സുമ്മ യുദാറു തൊറുഫുഹു, അതിന്റെ ഒരു തലയെ ചുറ്റപ്പെടുക. വല്ലൗല അയ്യമീനും, വലതുഭാഗമാണ് ഏറ്റവും നല്ലത്. എവിടെ ചുറ്റാമിൻ തഹത്തിൽ ഹനക്കി, വായയുടെ അണ്ണാക്കിന്റെ ഒക്കെ താഴ്ഭാഗത്തിലൂടെ. ഇലാ യുഹീത ബിറഖബത്തി ജമീഇഹ, പെരടി മുഴുവൻ കൊണ്ടും അതിനെ വലയം ചെയ്യുന്നത് വരെ ചുറ്റ. സുമ്മ യുൽഖ തർഫാഹു അൽ കത്തിഫൈനി, പിന്നെ അതിന്റെ രണ്ട് തലയെ രണ്ട് ചുമലിന്റെ മേൽ ഇടപെടുക. രണ്ടു പുറത്തേക്കും തൂക്കിയിട്ട തല ചുമലിന്റെ മേലേക്ക് ഇടുക. ഹദറം മിന സദിലി, അങ്ങനെ ചെയ്യുന്നത് സദിലിന്റെ മേൽ, സദിലിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതാണ് തൈലസാനിന്റെ അറിയപ്പെട്ട രൂപം. ആദാ അഹ്സനു മാ യുഖാലു ഫീ തഅരീഫിഹി, തൈലസാന്റെ ആ നിർവചനത്തിൽ ഏറ്റവും മെച്ചമായ ഒരു നിർവചനം ഇതാണ്. ഫലൗലം യുഹന്നിക്കുഹു കമാ ദുക്കിറ, മേൽ പറയപ്പെട്ടതുപോലെ താടി മുഖം അധികവും മറയുന്ന വിധത്തിൽ ചുറ്റിയില്ലെങ്കിലും ഹസന അസുൽ സുന്നത്തി, അടിസ്ഥാന സുന്നത്തിൽ കിട്ടും തൈലസാൻ ധരിച്ച്. 3:37 തുഹഫ 79. രിദാ എന്ന് പറയുന്നത് വമാ അലൽ അക്താഫി ഹുവ രിദാഉൽ ഹഖീഖി, ചുമലുകളുടെ മേൽ ഇടുന്നതാണ് യഥാർത്ഥ രിദാ. ചിലപ്പോ അതിന് തൈലസാൻ എന്ന് പറയലുണ്ട്, അത് മജാസിയായ പ്രയോഗമാണ്. പിന്നെ ചിലപ്പോ തൈലസാന് എന്നുള്ളത് രിദായും പറയലുണ്ട്, പക്ഷെ അത് മജാസിയായ പ്രയോഗമാണ്. ഹഖീഖിയായ പ്രയോഗം തലയിൽ ഇടുന്നത് ഫമാ അല റഅസി മഅ തഹ്നീഖി അത്തൈലസാനുൽ ഹഖീഖിയു, തൈലസാൻ യഥാർത്ഥ ഹഖീഖിയായ തൈലസാൻ എന്ന് പറയുന്നത് തലന്റെ മേൽ ഈ താടി ചുറ്റിയിട്ടിടുന്നതാണ്. ഒമാൽ അക്താഫി ഹുവ രിദാഉൽ ഹഖീഖിയു, ചുമലിന്റെ മേൽ ഇടുന്നത് യഥാർത്ഥ രിദാഉമാണ്. അപ്പോ ഇതാണ് തൈലസാനും രിദാവും. തലയിൽ ഇടുന്നത് തൈലസാന്, നേരെ മറിച്ച് ചുമലിന്റെ മേൽ ഇടുന്നത് രിദാവും. തുഹ്ഫ 3:38. ഈ മുഖം അധിക ഭാഗവും മറച്ചുകൊണ്ട് ചുറ്റ എന്ന് പറയുമ്പോ വയുഹ്ദറു മിൻ തഗ്തിയതിഹിൽ ഫമ ഫി സ്വലാത്തി, ഈ വായ മൂടുക, ആ തൈലസാൻ വായ മൂടുന്നതിനെ തൊട്ട് സൂക്ഷിക്കപ്പെടണം നിസ്കാരത്തിൽ. കാരണം ഇപ്പൊ ഇന്നോ മക്രൂഹ്, നിസ്കാരത്തിൽ അത് കറാഹത്താണ്. 3:37 79. തൈലസാന് രിദാ, ഇത് രണ്ടിലും ഏറ്റവും അഫ്ളലായത് ഏതാണ്? വറദ, ഹദീസിൽ വന്നിട്ടുണ്ട് അൽ ഇർത്തിദാഉ ലുബ്സത്തുൽ അറബി, ഇർത്തിദാ എന്നുള്ളത് അറബികളുടെ വസ്ത്രധാരണയാണ്. തലഫുഅ എന്ന് പറഞ്ഞ അത്തൈലസാൻ, അത് ലുബ്സത്തുൽ ഈമാൻ, അത് ഈമാനിന്റെ വസ്ത്രധാരണയുമാണ്. വബിഹി യുഅലമു അഫ്ളലിയതുഹു, ഇത് ഈ പറഞ്ഞത് കൊണ്ട് അറിയപ്പെടും ഈ അഫ്ളലിയതുഹു, തൈലസാൻ അഫ്ളലാണ് അല രിദാഇ, ഈ രിദാഇനെ കാണെ, ചുമലിൽ ഇടുന്ന മേൽത്തട്ടത്തിനെ കാണെ തലയിൽ ഇടുന്ന ആ തട്ടത്തിനാണ് അഫ്ളല് എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഖാലഹു ഇബ്നു ഹജറിൻ ഫി ദർദിൽ ഗമാമ 79. വഫി ഖബരി തബറാനി
ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അനിബിന് ഉമറ ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് റഫഅഹു മർഫൂആണത്. അൽ ഇർതിദാഉ ലുബ്സത്തുൽ അറബി, ഇർതിദാ എന്ന് പറയുന്നത് അറബികളുടെ വേഷമാണ്. വൽ ഇൽതിഫാഉ ലുബ്സത്തു അഹ്ലിൽ ഈമാൻ, ഇൽത്തിഫാഴ് തൈലസാൻ എന്നുള്ളത് ഈമാനിന്റെ അഹലുകാരുടെ വേഷവുമാണ്. യഅനി അന്നൽ ഇർതിദാ എന്ന് പറയുന്ന കാര്യം വഹുവ വളഉ രിദാഇ അലൽ കതിഫൈനി, ഒരു തട്ടത്തെ രണ്ട് ചുമലിന്റെ മേൽ വെക്കലാണല്ലോ. അത് ലുബ്സത്തുൽ അറബി, അറബികളുടെ വസ്ത്രധാരണയാണ്. തവാറസൂഹ അൻ ആബാഇഹിമിൽ ജാഹിലിയ്യത്തി, ഓരതിനെ അനന്തരമായി എടുത്തത് അവരുടെ ജാഹിലിയത്തിലുള്ള പിതാക്കളെ തൊട്ടാണ്. ആ ജാഹിലിയത്തിലുള്ള അവരുടെ പിതാക്കന്മാരായി കൈവന്നതാണത്. ലിഅന്നഹും കാനു യൽബസൂനൽ ഇസാറ വരിദാഅ, ഈ ജാഹിലിയത്തിലുള്ള ഇവരുടെ ആബാ അരയുടുപ്പിനെയും റിദാഇനെയും ധരിക്കുന്നത് പതിവായിരുന്നു. വയുസമ്മൂന ഹുല്ലത്തൻ, ഈ രണ്ടു വസ്ത്രത്തിനും കൂടി പറയുന്ന പേരാണ് ഹുല്ലത്ത്. അരയുടുപ്പും അതുപോലെ തന്നെ മേൽത്തട്ടവും, ചുമരിലിടുന്ന മേൽത്തട്ടവും, ഇതിനവർ പറയുന്ന പേര് ഹുല്ലത്ത് എന്നാണ്. റസൂലുള്ളാഹിക്ക് ഹുല്ലത്തുൻ ഹംറാ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പൊ റസൂലുള്ളയും അങ്ങനെ അത് ധരിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹിന്റെ വസ്ത്ര ധരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആ വിശദീകരണത്തിലൊക്കെ കാണാൻ കഴിയും. വൽ ഇൽതിഫാഉ എന്ന് പറഞ്ഞ തൈലസാൻ വഹുവ തഗ്തിയത്തു റഅസി വഅക്സറുൽ വജ്ഹി, തലയെ മൂടുക അതുപോലെ തന്നെ മുഖത്തിന്റെ അധികരിച്ചതിനെയും മൂടുക എന്നുള്ളതാണ് ഇൽതിഫാൾ തൈലസാൻ. ലുബ്സത്തു അഹ്ലിൽ ഈമാൻ, അത് ഈമാനിന്റെ അഹ്ലുകാരുടെ ഒരു വസ്ത്രം ധാരണയാണ്. ലിഅന്നഹു ലമ്മ അലാഹു മിനൽ ഹയാഇ മിൻ റബ്ബിഹിം മാ അഖ്ജലഹും ഇൽതറു ഇലാ മസീദിസ് സത്രി ഫറഔ അന്നൽ ഇൽതിഫാഅ അസ്തറു ലിസത്രിഹി. അവർക്ക് അവരുടെ റബ്ബിനെ തൊട്ട് ഹയാത്ത് മേലെയായപ്പോ ലിഅന്നഹു ലമ്മ അലാഹും മിനൽ ഹയാഇ മിൻ റബ്ബിഹിം മാ അഖ്ജലഹും, കാരണം അവരെ നാണിപ്പിക്കുന്ന, അവരുടെ റബ്ബിനെ തൊട്ട് അവരെ നാണിപ്പിക്കുന്ന ആ ഒന്ന് അതവർക്ക് മേലെയായപ്പോ യുത്തറു ഇലാ മസീദി സത്രി, അവര് മറയെ അധികമാക്കൽ കൊണ്ട് നിർബന്ധിതരായി. അവർക്ക് അവരുടെ റബ്ബിന്റെ മുന്നിൽ അവരുടെ ശരീരങ്ങളുടെ പല ഭാഗങ്ങളും കാണുക എന്നുള്ള ആ ഒരു ലജ്ജ അവർക്ക് വല്ലാതെ ഉയർന്നു വന്നപ്പോ ഒരു കൂടുതൽ മറ ആവശ്യമാണ് എന്നതിലേക്ക് നിർബന്ധിതരായി. അപ്പൊ അവര് മനസ്സിലാക്കി അന്നൽ ഇൽതിഫാഅ അസ്തറു ലിസത്രിഹി, അപ്പൊ ഈ മറ, കൂടുതൽ മറ കിട്ടാൻ മേൽത്തട്ടം തലയിലിടുന്ന തൈലസാൻ അത് ഉപകരിക്കും എന്ന് അവർ മനസ്സിലാക്കി അവരത് ധരിക്കാൻ തുടങ്ങി. അപ്പൊ ഈമാനിന്റെ അഹലുകാർക്ക് റബ്ബിനോടുള്ള ആ ഹയാത്ത്, അവരുടെ മറ പോരാ എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോ അവർ ധരിച്ചു തുടങ്ങിയതാണ് ഈ തലപ്പാവിന്റെ മുകളിൽ വീണ്ടും ആ മുഖത്തിന്റെ അധിക ഭാവം മറച്ചുകൊണ്ടുള്ള പെരടിയെ ചുറ്റി ഇടുന്ന രീതിയിൽ ആ ഒരു വസ്ത്രം തലക്കെട്ടിന്റെ മുകളിൽ ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇൽതിഫാഅ എന്നുള്ളത് ഈമാനിന്റെ ആളുകളുടെ ലുബ്സത്താണ്. ഹാഷിയത്തുൽ ബുജൈരിമി അലൽ ഖത്തീബ്, പേജ് ജുസ് 1, പേജ് 448. ഈ തൈലസാന് രിദാ ഇതൊക്കെ ധരിക്കുമ്പോ അതിന്റെ രണ്ട് തല ചുമരിന്റെ മേൽ മടക്കി വെക്കുക എന്ന് പറഞ്ഞു. സദിരിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു.
വസ്സദിലു മക്രൂഹുൻ ബിസ്സലാത്തി വഗൈരിഹ. നിസ്കാരത്തിലും നിസ്കാരമല്ലാത്തപ്പോഴൊക്കെ ഈ സദില് കറാഹത്താണ് എന്നാണ്. സദില് എന്ന് പറഞ്ഞാൽ ബി അൻ യുസ്ബിര തൗബൽ മൗദൂഅ അല റഅസി വൽ കതിഫി. പെരടിയുടെ മേലോ ചുമലിന്റെ മേലോ തലയുടെ മേലോ വെക്കപ്പെട്ട വസ്ത്രത്തെ താഴ്ത്തിയിടുക. അതാണ് തൈലസാന് തലന്റെ മേൽ വെച്ചത്, പെരടിയുടെ മേൽ വെച്ചത്, ചുമലിന്റെ മേൽ വെച്ചത് രിദാവ്. ഈ വസ്ത്രത്തെ താഴ്ത്തിയിടുക മിൻ ഗൈരി അൻ യളുമ്മ ജാനിബൈഹി ബിൽ യദി ഔ ഗൈരിഹ. ആ വസ്ത്രത്തിന്റെ രണ്ടു ഭാഗത്തിനെ കൈകൊണ്ട് കൂട്ടിപ്പിടിക്കൽ കൂടാതെ, അതല്ലെങ്കിൽ കൈയല്ലാത്തത് കൊണ്ട് കൂട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കടക്കാതെ കൂട്ടിപ്പിടിക്കുക. അപ്പോ ആ കറാഹത്ത് ഒഴിവാകണമെങ്കിൽ ഫലാ ബുദ്ദ ലിനഫിയിൽ കറാഹത്തി ഫിൽ ലിദാഇ ജഅലുഹു അലൽ കതിഫൈനി. അപ്പൊ ഈ മേൽത്തട്ടമാണെങ്കിലും തൈലസാനാണെങ്കിലും രിദാ ആണെങ്കിലും ഒക്കെ കറാഹത്ത് ഒഴിവാകണമെങ്കിൽ അതിന്റെ ആ തലയെ രണ്ട് ചുമലിന്റെ മേൽ ഇടൽ കൂടാണ്ട് കഴിയൂല. അതല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ട് അതിനെ കൂട്ടിപ്പിടിക്കുക. ഇനി ഒന്നിനെ പെരടിന്റെ മേലിട്ടാലും മതി, രണ്ടും കൂടി ഇടണം എന്നില്ല. ഒരു ഭാഗത്തുള്ളത് പെരടിയുടെ മേലേക്ക് ഇട്ടാലും ഒന്ന് തൂങ്ങി കിടന്നോട്ടെ, എന്നാലും കറാഹത്ത് ഒഴിവാകും. ഇങ്ങനെ വസ്ത്രം ഈ സദിലിന്റെ രൂപത്തിൽ ഇടല് ഹുയലാ അഹങ്കാരത്തിന് വേണ്ടിയാകുമ്പോൾ ഹറാമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഈ കറാഹത്ത് ഒഴിവാകാൻ രണ്ടാൽ ഒന്നിനെ കൂട്ടിപ്പിടിച്ചാലും മതിയാവുന്നതാണ്. വൽഹാസിലു അന്ന കുല്ലമാ കാന മുസ്തമിലൻ അലാ ഹൈഅത്തി സദിരി. ചുരുക്കി പറഞ്ഞ സദിരിന്റെ രൂപത്തിന്റെ മേൽ ചുറ്റിയ ഏതു കാര്യങ്ങളും, അതെങ്ങനെ യുൽഖിയ തർഫൈ നഹവി രിദാഇഹി, ഓരോ മേൽത്തട്ട പോലോത്തതിന്റെ തൈലസാൻ പോലോത്തതിന്റെ രണ്ട് തലയെ അവൻ ഇടുക. മിനൽ ജാനിബൈനി, രണ്ടു ഭാഗത്തിലൂടെ ഇടുക. വലാ യറുദ്ദഹുമാ അലൽ കതിഫൈൻ, അതിനെ രണ്ട് പെരടിന്റെ മേൽ ഇടാതിരിക്കുക. വലാ യളുമ്മഹുമാ ബിയദിഹി, അതല്ലെങ്കിൽ കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കാതിരിക്കുക. ഔ ഗൈരിഹി, അതല്ലെങ്കിൽ കൈയല്ലാത്തത് കൊണ്ട് അതിനെ കൂട്ടാതിരിക്കുക. ഇതൊക്കെ മക്രൂഹുൻ കറാഹത്താണ്. രണ്ടു ഭാഗവും ഇടുകയോ അതല്ലെങ്കിൽ ഒരു ഭാഗം വിട്ടാലും മതി കറാഹത്ത് ഒഴിവാകാൻ. ബുശ്റൽ കരീം 2:17, ബിറിയ 78, കിതാബുൽ ലിബാസ് 3:38. ഇതിലൊക്കെ ഈ സദിലിന്റെ ഈ വിധത്തിൽ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്.